നിങ്ങൾക്ക് രാത്രി സംസാരിക്കാൻ ആരുമില്ലേ? അതിന്റെ ഇതിലും ഉണ്ട് ഇപ്പൊ ഏതില് മറ്റേ ഷോർട്സിലും ഉണ്ട് എന്ത് ഈ സംഭവം. പിന്നെന്താ കണക്ട് യൂട്യൂബിലത് ഒന്നിങ്ങനെ കണ്ട് യൂട്യൂബിൽ എന്തേലും ഒരു വീഡിയോ ഉണ്ട് മുഴുകി ഇറക്കുക. നിങ്ങൾക്ക് രാത്രി സംസാരിക്കാൻ ആരുമില്ലേ? ഞാനുണ്ട് കൂടെ. കറക്റ്റില്ലേ? വെൽക്കം ബാക്ക് ടു യെറ്റ് അദർ എപ്പിസോഡ് ഓഫ് വെളിപ്പ് ടോക്സ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു പുതിയ എപ്പിസോഡായിട്ട് വന്നിട്ട് ഇവിടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അല്ലേ? കുറവായിരുന്നു. കുറച്ച് പിന്നെ ഓരോരോ തിരക്കുകളായി പോയി. ദേവനന്ദൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഗോകുലേട്ടൻ പോയതിനു ശേഷം ആരെയും കിട്ടിയില്ല. റിയൽ കോർഡിനേറ്റർ ഈസ് ഗോൺ. അതെ. പിന്നെ എൻ്റെ മടി, മാധവിൻ്റെ മടി, മടിയന്മാരുടെ ഒരു അതെ മുഴുമടി. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി വീണ്ടും ഒരു എപ്പിസോഡ് എടുക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേരാണ് അത് പറ. ഒന്നുമില്ല, നമ്മളെ ഫുഡ് കൾച്ചർ ഉണ്ടാക്കിയ മാറ്റി. എന്താ പറയാ, എന്തും പറയാം. എന്തും പറയാം അല്ലേ? എന്താ പറയണ്ടേ? ഒന്നുമില്ല. പറഞ്ഞോ. മലപ്പുറത്താണ് നമ്മുടെ ബേസ്. മലപ്പുറം, We കോഴിക്കോട്. are based on Malappuram, so because of that. അഡ്രസ് കൂടുതലായിട്ട് പറയണില്ല. ആര് വരാനാ? മലപ്പുറം, കോഴിക്കോട് പറയുന്നത് ഫുഡിന് മെയിൻ ആണ്. നമ്മളെ മന്തിയാണ് മെയിൻ. എവിടെ പോയാലും നമ്മള് ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോട്, മലപ്പുറം അല്ലേ? നമ്മൾ കമ്പയർ ചെയ്യാം. നമ്മളിപ്പോ ഒരു പുറത്ത് ഏതൊരു സ്റ്റേറ്റിൽ പോവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് ജില്ലയിൽ പോവാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഇപ്പൊ പുറത്ത് സ്റ്റേറ്റ് നമ്മളെ സ്റ്റേറ്റ് വിട്ട് പോവുകയാണെങ്കിലും വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോവുകയാണെങ്കിലും നമ്മളെ ഫുഡ് കൾച്ചർ വിട്ട് പോകുമ്പോ ഇന്നത് അല്ലെ? ഇപ്പൊ ഏത് നോർത്തേക്ക് അധികം പോകുമ്പോ പറയാം എന്തായാലും നമ്മളെ തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ പോകുമ്പോ പറയും ഈ ബിരിയാണി. നോർത്തല്ല, സോറി, സൗത്തേക്ക് പോകുമ്പോ പറയും നമ്മളെ ബിരിയാണി. ബിരിയാണിയിൽ കൊണ്ടുപോയി മറ്റേ ഇടൂലേ, പൈനാപ്പിള്, ഒരുമാതിരി സദ്യ. പക്ഷെ എനിക്ക് ആദ്യത്തെ കുറെ വിഭവങ്ങൾ ഞാൻ ഇപ്പൊ അടുത്തൊരു സദ്യ കൂടിയുണ്ട്. അതില് ഈ ബോളി സംഭവങ്ങളൊക്കെ, ബോളിയും പാൽപ്പായസം, അത് വേറൊരു കോമ്പിനേഷൻ ആണ്. പക്ഷെ അതിന്റെ എറണാകുളം അത് നല്ല ഒരു അടിപൊളി സാധനമാണ് മഹാബോളി. അത് ഇവിടെ ഇപ്പൊ ട്രെൻഡായി വരുന്നുള്ളൂ. മലപ്പുറത്ത് കണ്ടിട്ടില്ല ഞാൻ. പുറത്ത് കുറവാകുന്നുണ്ട് അല്ലേ? കണ്ടിട്ടില്ല. ആ ബോളിയും അടപ്പായസവും ചെറുപഴവും ഇങ്ങനെ കുഴച്ചിട്ട് പരിപ്പോടെ ഇഷ്ടായി. പരിപ്പോടെ പരിപ്പോടുണ്ട്, രസവടെ അല്ലേ? പരിപ്പോടെ വേറെ കുഞ്ഞൻ പരിപ്പോട. അപ്പൊ ഇത് കഴിച്ചിട്ടില്ല. എന്ത്? ഞാൻ ബോളിയും പാൽപ്പായസം കഴിച്ചിട്ടുണ്ട്, പരിപ്പോടെ ഞാൻ കഴിച്ചിട്ടില്ല. പരിപ്പോട അതിന്റെ ഒപ്പം പരിപ്പോടെ മിക്സ് ചെയ്യോ? മിക്സ് ചെയ്യലാണ്. പരിപ്പോട വേറെ ചെറിയൊരു പരിപ്പോട ഉണ്ടാവും. നമ്മളെ ഈ ശർക്കര ഉപ്പേരി ഇതിന്റെ ഒപ്പം സൈഡായിട്ടുണ്ടോ? പക്ഷെ നമ്മള് മലപ്പുറത്ത് മെയിനായിട്ട് മന്തി നമ്മളെ അറേബ്യൻ ഫുഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. മന്തിന്റെ കടന്നുവരവാണ് സത്യം പറഞ്ഞ ഒരു ഷവായ മന്തിന്റെ കടന്നുവരവാണ് നമ്മളെ മലബാർ ഏരിയയിൽ വൻ മാറ്റം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വേറെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കുറവാണ്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് അതാണ് ഇതാണ് അല്ലേ? നമ്മളെല്ലാം അജിനോമോട്ടോ മറ്റേ. ഇപ്പൊ ഒരു അജിനോമോട്ടോ ആർക്കും ഒരു വിഷയമല്ല. എന്ത് അജിനോമോട്ടോ എന്നുള്ള അവസ്ഥയായി. അത് അജിനോമോട്ടോ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ ഇപ്പൊ ഏത് ഫുഡായാലും കൂടുതൽ കഴിച്ചാലും എന്തായാലും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇവര് പറയണ എന്താന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിയ എണ്ണയെ തന്നെ പിന്നെയും ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഈ തട്ടുകട സ്റ്റൈല് സാധനങ്ങളൊക്കെ. തട്ടുകടനോ കുറ്റൊന്നും പറയണം, നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നല്ല ബ്രാൻഡുകളാണെങ്കിൽ പോലും കുറെ ബ്രാൻഡുകളിനെ ഇപ്പോഴല്ലേ കുറെ എണ്ണത്തിന്റെ പോരായ്മ റിവീൽ ആയി വരുന്നത്. നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു വിശ്വാസം, നമ്മള് തിന്നണൊരു വിശ്വാസം വെച്ചാൽ പിന്നെ എല്ലാവരും ടേസ്റ്റ് അല്ലേ? അതെ, വേണ്ടി തിന്നണു. രസമുകളല്ലേ അതിലെ മെയിൻ. പക്ഷെ എനിക്ക് മലപ്പുറം, കോഴിക്കോട് ഇട്ട് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കടകൾ കുറച്ച് കുറവാണ്. മീൻസ് നമ്മള് റൈസ് അൺലിമിറ്റഡ് തന്നെ പറയാ, അതിന് എക്സ്ട്രാ പേ ചെയ്യാം. അതെ, ആ പരിപാടി നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാറ് എന്താ, ഫുഡ് കഴിച്ച് വയറ് നിറയ്ക്കുക, അതിനനുസരിച്ച് തരും. അതെ, അതുകൊണ്ട് തന്നെ വയറും കൂടും പൈസയും കൂടും. ആൾക്കാരുടെ മനസ്സ് നിറയ്ക്കാറിന് ഭയങ്കര ഭക്ഷണം കഴിച്ചിട്ടേ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ വേറെന്ത് ഭക്ഷണം കഴിച്ച് കുറെ കൂടുതൽ കഴിച്ചാൽ ഒരു മടുപ്പുണ്ടാവും. പക്ഷെ മന്തി അങ്ങനെയല്ല അല്ലേ? ഇടയ്ക്ക് ഒരു 2 ദിവസം കൂടുമ്പോ കഴിച്ചാൽ, അതല്ലേ 2 ദിവസം കൂടുമ്പോ കഴിച്ചാലോ എല്ലാ ദിവസം കഴിച്ചാലും വലിയ കുഴപ്പമില്ല. പഠിപ്പിച്ച് 3 ദിവസമൊക്കെ കഴിച്ച്. അപ്പൊ
ഇന്നലെ മിഞ്ഞാന്ന് കഴിച്ചു, അതിന്റെ മുന്നത്തെ ദിവസം കഴിച്ചു, അതിന്റെ മുന്നത്തെ ദിവസം കഴിച്ചു. ഞാൻ ഇന്നലെ കഴിച്ചു ചിക്കൻ എല്ലാ ദിവസവും ഏകദേശം കഴിച്ചു വരുന്നുണ്ട്. അൽഫാമല്ല, നോർമൽ ചിക്കൻ ഏതെങ്കിലും തരത്തിൽ കഴിച്ചു വരുന്നുണ്ട് മീറ്റ് ആയിട്ട്. അൽഫാമാണ് മറ്റേ വറക്കണേനേക്കാളും നല്ലത് ചൂടുന്നോണ്ടേ. പക്ഷെ അതിലുണ്ടല്ലോ മറ്റേ ക്യാൻസർ വരുന്ന പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കരിച്ച ഭാഗങ്ങള് പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ബൂം ബാങ്കിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ അൽഫാം നല്ലതാണ്. മറ്റേ കാർത്തിക് സൂര്യയും ബൂം ബാങ്ങും തമ്മിലുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര വേണേലും അൽഫാം കഴിച്ചോളാൻ വന്നു മറ്റേ ബൂം ബാങ്. അതാ എത്ര പ്രോട്ടീൻ കൂടുതലാണോ? അത് നല്ല സാധനമാണെന്നാണ് പറയണത്. നീ എന്താ അറിയുന്നത്? ബൂം ബാങ് ആരാ? മറ്റേ നമ്മളെ മറ്റേ ന്യൂസിലാൻഡിലൊരു ഈ പന്നീനൊക്കെ കൂടുതൽ തിന്നണ ഒരു ചങ്ങായില്ലേ, ഫ്രഷ് മീന് ചില കണ്ടാറിയുണ്ടാവും, മുട്ട അടിച്ചിട്ട് താടി വെച്ചിട്ട് കണ്ടാറിയുണ്ടാവും. വീഡിയോ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് അറിയില്ല. ബൂം ബാങ്കിനെ അറിയില്ല, ബൂം ബാങ്ക് നോട്ട് ഹിം. ഫുഡ് കണ്ടിരിക്കല്ലേ, ഫുഡ് കാണുന്നില്ല അത്രേ ഉള്ളു. കണ്ടിരുന്നിട്ട് വല്ല വെച്ചോണ്ടോ കാണുമ്പോ വീട്ടില് നല്ല ചോറ് പയറാകുമ്പോ മുന്നില് ചിക്കൻ ബിരിയാണി തിന്നിട്ട് നോക്കി ചോറുണ്ട് വെറുതെ ഇല്ലാത്ത നേരാക്കി ആലോചിച്ച് ചെയ്ത് തിന്നാൻ അതിനൊരു വികാരം. അത് പറഞ്ഞപ്പോ വായിലുള്ളതല്ലേ അതല്ലേ. ഇതിങ്ങനെ ഷവായ കണ്ടിട്ട് ചോറും സാമ്പാറും വേറൊരു വികാരമാണ്. അല്ല, ഈ മന്തിയും നമ്മൾ ഈ ഫുഡ് ട്രൈ ചെയ്യണത് ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഒരു പറയാണോ ആൾക്കാര് കാറത്ത് കഴിക്കുന്നു. ഫുഡ് ബ്ലോഗേഴ്സ് കൊണ്ടുവന്ന ഇത് പറഞ്ഞാൽ ഫുഡ് അത്രയും സ്പെഷ്യൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഇവരെ ആൾക്കാർ വരെ എന്താണ് ഇന്നത് ട്രൈ ചെയ്യാൻ വേണ്ടി ഓരോ സ്പോട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വരെ തുടങ്ങി. പക്ഷെ നല്ലതല്ലെങ്കിൽ പോലും ഒരു കുറെ പ്രൊമോട്ട് ചെയ്യണം. അത് ഇപ്പൊ ഭയങ്കര നമുക്കിപ്പോ മനസ്സിലാവും ഇത് പൈസക്ക് വാങ്ങിയതാണോ, പ്രൊമോഷൻ വീഡിയോ പൈസക്കാണോ അല്ലേ, നമുക്ക് ആ വീഡിയോ കണ്ടാലേ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവരുടെ പൈസ കൊടുത്തിട്ട് പോയി കഴിച്ചിട്ട് റിവ്യൂ ഇടണം. അല്ലാതെ ഇവര് വിളിച്ചിട്ട് അതിൽ വലിയൊരു കാര്യം തോന്നില്ല. അപ്പൊ അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ കിട്ടില്ലല്ലോ. കമന്റ് ബോക്സ് തുറന്നാൽ തന്നെ. പക്ഷെ വേറെ വിഷയം ഇതിപ്പോ ഇവര് ജെന്യൂൻ ആയിട്ട് ചെയ്യുന്നതാണോ അല്ലാതെ ചെയ്യണതാണോ എന്ന് മനസ്സിലാവും. പിന്നെ നമ്മളെങ്ങനെയാ സ്വന്തമായിട്ട് വന്ന് കഴിച്ചതാണ്, പക്ഷെ ഇവര് വിളിച്ചിട്ടാണ് എന്താ നമുക്കറിയില്ല. അതെ. പിന്നെ വേറൊരു കാരണം നമുക്ക് അവിടുത്തെ ഒരു ആക്സെപ്റ്റൻസ് ആണ്, അതായത് ആൾക്കാരവിടെ കൂടുതൽ കയറണമെങ്കിൽ ഓക്കെയാണ്. മറ്റേ അവിടെ കുറ്റിപ്പുറം അവിടെ മീനും ചോറും എന്താ ഇപ്പോഴും കുറെ റിവീൽ ആവാത്ത കുറെ കടകളുണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കാരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം സംഭവം നല്ലതാണ്, പക്ഷെ ഇത് വേറെ രീതിയിൽ നോക്കുമ്പോ നമ്മളെ ഇത് കൂടിയാണ്. എന്താ പറയാ, എല്ലായിടത്തും നമ്മള് പോകണ്ടേ, നമ്മള് തപ്പി പോവാണ്. മറ്റേ ഒരു ഇഡലി ഇല്ലേ എവിടെ ഫേമസ് ആയിട്ടുള്ള നാള്, രാമശ്ശേരി ഇഡലി എവിടെ പോയിന്ന്, കാർത്തിക് പോയിന്ന്. അതേമാതിരി അവിടെ അടിപൊളിയ സാധനം, നല്ല സോഫ്റ്റ് ഇഡലി, മുരിഞ്ഞ വട. അപ്പൊ പോണ്ട നമുക്ക്. കൽപ്പാത്തി പോയപ്പോ പോയതാ, അതിന് തപ്പി പോയതാ ഈ കട. അടുത്ത യാത്ര രാവിലെ പോകുന്നു രാമശ്ശേരി ഇഡലി. എന്താ തിരക്ക്, ക്യൂ ഒന്ന് വേണം. ഒരു അടുത്തൊരു ഇഡലിക്കട പറഞ്ഞ സിനിമ, അത് മറ്റേ സിനിമ ഈ കോഴിക്കോട് തുടങ്ങിയല്ലേ, അത് നല്ല ക്ലിക്കായി. പൊടി ഇഡലിയോ പറഞ്ഞിട്ട് പൊടി ദോശ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചേച്ചി അതിന്റെ ഒരാളാ പൊടി ദോശ. ഇഡലിന്റെ മുകളിൽ മറ്റേ പൊടി ദോശ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാലത്ത് നമ്മളെ ഇത് ഷവർമ ഒരു ട്രെൻഡിങ് ആയിരുന്നു. ഷവർമ നല്ല റേഞ്ചായി നിന്നപ്പോഴാണ് പിന്നെ മീറ്റിന്റെ ഇഷ്യൂ കാരണം കുറെ ഫുഡ് പോയ്സൺ അടിച്ച് ഇഷ്യൂ അല്ലല്ലോ, മയണൈസിന്റെ ഇഷ്യൂ അല്ലേ. മയണൈസും ഉണ്ട്, മീറ്റ് മയണൈസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മയണൈസ് ഇപ്പൊ ഇതായപ്പോ നിരോധിച്ചപ്പോ അല്ലെങ്കിൽ ഒഴിവാക്കിയപ്പോ ഇപ്പൊ മയണൈസ് ഇതില്ല, ഒരു ദിവസത്തിൽ കൂടുതൽ എടുത്തേക്കാൻ പാടില്ല. ഇത്ര മണിക്കൂറിന്റെ ഉള്ളിൽ കഴിച്ചു. അതെ അതെ. ഇപ്പൊ ഷവർമ അതിന്റെ ആ ടൈമിൽ തന്നെയാണ് കുഴിമന്തിന്റെ ആ കടന്നു വരവ് വന്നത്. പക്ഷെ കുഴിമന്തി ഫസ്റ്റ് ടൈമിലെ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കോമ്പിനേഷൻ മാറിയത് എപ്പോഴാണ്, അൽഫാം കയറിയത്. മന്തി ഒന്നും കൂടി
ക്ലിക്കായത്. ഇവിടെ ക്ലിക്കായതാ. പക്ഷെ ഇപ്പോഴും അറേബ്യയില് ഏകദേശം മന്തി പറഞ്ഞ ഒരു മറ്റേ ഒതന്റിക് മന്തി, ആ കുഴി മന്തി സാധനം ഇവിടെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും. ഞാൻ അവിടെ പോയി കഴിച്ചപ്പോ നമ്മൾ ഇവിടുന്നൊക്കെ പുറത്തുനിന്ന് ഒരു 3 ദിവസം കണ്ടിന്യൂസ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. പക്ഷെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ അബുദാബി പോയ ആ ദുബായിലൊക്കെ ആണെങ്കിൽ ഫുഡ് അടിപൊളിയാ. അവിടുന്ന് ഒരു ചെറിയ നമ്മൾ ഈ പോക്കറ്റ് ഷവർമല്ലേ അത് കഴിച്ചാൽ നമ്മള് വയറ് തറയടാ. അമ്മാര് ക്വാണ്ടിറ്റിയാണ്, ഇത്ര വലിയ റോളായി തരിക. മന്തി ഫ്ലേവർ എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ല സെറ്റ്. പല പല റൈസാണ് അവിടെയൊക്കെ, എല്ലാ തരത്തിലുള്ള റൈസും ഇല്ലേ, പല മോഡൽ റൈസ്, പല നല്ല ടേസ്റ്റി, നല്ല അടിപൊളി സാധനം. എപ്പോഴും അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഒത്തന്റിക് സാധനം കഴിക്കാൻ വേണ്ടി ഒരു ദിവസത്തിന് ദുബായി പോയി പൈസ മുടക്കിയിട്ട്. പിന്നെ വേറൊന്നും എന്താ പറഞ്ഞാ അവിടെ അത്രയും റൂൾസ് അത്രയും പക്കയാണ്. അതായത് നാളെ എന്തെങ്കിലും ഫുഡ് പോയിസൺ ഒരാൾക്ക് അടിച്ചാൽ പിന്നെ ആ കട അവിടെ ഉണ്ടാവില്ല. അത് അവർക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ആ ലൈസൻസ് തന്നെ അത് ഇവിടുത്തെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ക്ലെൻലിനെസ്സും ഒക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ എത്ര നല്ല ഫുഡ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാലും വൃത്തിക്ക് കൊടുത്തില്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ പറയുമ്പോ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കണം എന്തൊക്കെയാ? ഫുഡ്, വസ്ത്രം, ഹെൽത്ത്. പക്ഷെ ഈ ഫുഡും ഹെൽത്തും ഫുഡിനും ഹെൽത്തിനും. അപ്പൊ ഫുഡിന് നമ്മൾ നല്ല പൈസ മുടക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കൂടുതൽ മുടക്കി വിചാരിച്ചു അത് നല്ലത് കിട്ടുകയാണെങ്കിൽ അതാണ് കഴിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ വലിയ 5 സ്റ്റാർ ഹോട്ടലല്ല, നമ്മളെ ഇവിടെ തന്നെയുള്ള വലിയ വലിയ ഹോട്ടലും ഇതൊക്കെ കണ്ടിട്ട് പൈസ കൂട്ടി ചോദിക്കുകയാണെങ്കിൽ അവരെ അടുക്കള പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഏതോ അടുത്തുള്ള ഒരു ഇതില് ഹോട്ടൽ അടച്ചില്ലേ, മറ്റേ ഡ്രെയിനേജ് പോണത് നമ്മളെ കൊണ്ടോട്ടുള്ള മനസ്സിലായി, സംഭവം മനസ്സിലായി. നമ്മളെ റോഡിനുള്ള വലിയ ഹോട്ടല് അടച്ചിട്ട് പിന്നെ അത് വീണ്ടും പക്ഷെ ഓരോ എന്താണ് അതിന്റെ ഉള്ളിലത്തെ പ്രോബ്ലം ആയിരുന്നില്ല, അത് കിച്ചണിന്റെ പ്രോബ്ലം ആയിരുന്നില്ല. പക്ഷെ കിച്ചൺ വേസ്റ്റ് പുറത്തേക്ക് നമ്മള് അതൊക്കെ ശ്രദ്ധിക്കണം ഹോട്ടലാവുമ്പോ, പറയാണ്ടോ. പക്ഷെ അവിടെ ഫുഡ് നല്ലതാണ്, ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരെ പണ്ടത്തെ ഔട്ട്ലെറ്റാണ് അടിപൊളി. പുതിയത് തിരക്കുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ MLP മലപ്പുറമാണ് പൊളി. കോട്ടപ്പടി വരെ ചെറിയൊരു ഹബ്ബ് മാതിരി. വേറെ എവിടെ? മോങ്ങത്തില്ലേ? അതിപ്പോ തുടങ്ങിയല്ലേ? അതല്ല, മലപ്പുറത്താണ് ഒരു മെയിൻ. അതന്നെ, അതാ മറ്റേ കോട്ടപ്പടി അല്ലേ? പിന്നെ വേറൊരു സ്ഥലത്തുണ്ടല്ലോ നമ്മളെ മേൽമുറി കഴിഞ്ഞിട്ടൊന്നുണ്ട് ഓരോ ചെറുത് പുതിയത്. കുറച്ചായി, ചെറിയ ഔട്ട്ലെറ്റ്. അത് പിക്കപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ടേക്ക് അവേ മറ്റേ എന്താ പറയാ, ഇവന്റ് മാനേജ്മെന്റ് ടീമാണോ അവരെ. പക്ഷെ ഇപ്പോഴും ബിരിയാണി ലവേഴ്സും കൂടുതലാണ്. എന്ത് കഴിഞ്ഞാലും ഒരു എത്ര മന്തി കഴിച്ചാലും അല്ലേ, ഒരു ബിരിയാണിന്റെ തട്ട് താഴ്ന്നെ ഇരിക്കില്ലേ നമ്മള് റീലെ കാണാന്. ബിരിയാണിനേക്കാൾ കുറച്ചുകൂടി മന്തിയാണ് ഇഷ്ടം. അറിയോ, ബിരിയാണി കഴിച്ചാൽ കുറച്ച് ഹെവി കൂടുതലാവും, മയക്കം കൂടുതലാണ് മസാലേന്റെ പവറാണ്. പക്ഷെ ബിരിയാണി പറയുമ്പോ എനിക്ക് മലപ്പുറം കോഴിക്കോട് ഭാഗത്താണ്, ഈ എറണാകുളം ഭാഗത്തുള്ളത് റൈസ് സെപ്പറേറ്റും മസാല സെപ്പറേറ്റും എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എസെൻസ് ഇട്ടിട്ടുള്ള ബിരിയാണിയാണ്, എസെൻസ് ഒരു സുഖമല്ല. ഇവിടെ മറ്റേ ദം ഇങ്ങനെ പൊട്ടിക്കുമ്പോ. പിന്നെ വേറെ ഒന്നും എന്താ അറിയോ, എനിക്ക് തോന്നുന്നു ഈ മലബാർ ഏരിയയിൽ കുറച്ചും കൂടി ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ എന്ത് ഫുഡിന് കുറച്ച് പൈസ മുടക്കിയാലും കുഴപ്പമില്ലാന്ന്. പക്ഷെ നമ്മൾ ഈ ചെക്കന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ സെലക്ട് ചെയ്യാ? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള. പക്ഷെ ഈ നെയ്ച്ചോർ ചിക്കൻ പീസിന്റെ കടന്നു മുട്ടിപ്പടി നെയ്ച്ചോർ സെന്ററിന്റെ മോനെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടാവും. 100 അതെ, 100, 110, 130 റുപ്യക്ക് റൈസ് വ്യത്യാസം. മന്തി റൈസും അൽഫാം പീസും പുതിയ കോമ്പിനേഷൻ തന്നെ. ഒരു കാലത്ത് മറ്റേ റൈസും പീസും മെഡിക്കൽ കോളേജിന്റെ അതൊരു വികാരമായിരുന്നു. അതും മറ്റേ മസാല കറി, അതും അൺലിമിറ്റഡ് അല്ലേ? അറിയുന്നില്ല. ഒരു 80 റുപ്യ 90 റുപ്യ ആദ്യം 80, 90 ഉണ്ടായിരുന്നു. 130, 120, 110 കഴിഞ്ഞ. പക്ഷെ നമ്മള് ഇവിടം വിട്ട് സൗത്ത് ഭാഗത്തേക്ക് പോകുമ്പോ ഈ മീൻ അതേപോലെ തന്നെ വെജ് സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ്. തൃശ്ശൂരോട് കഴിഞ്ഞ വെജ് പെരും ടേസ്റ്റാണ്. ഇവിടുത്തെ പക്ഷെ വെജ് എനിക്ക് വലിയൊരു സുഖം കിട്ടിയിട്ടില്ല. കൂടുതൽ വെജിനെക്കാളും പ്രിഫർ ചെയ്യണ എല്ലാവരും നോൺ വെജ് ആണ്. അങ്ങനത്തെ ഒരു ഐഡിയ ആണ്. പക്ഷെ വെജ് പറയുമ്പോ വെജ് നമുക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടാ, പക്ഷെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളൊരു അവിടുത്തെ കല്യാണം കൂടുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം, മലപ്പുറത്തിന്റെ ഇതിന്റെയും വ്യത്യാസം മനസ്സിലാവും. നല്ല ടേസ്റ്റാ.
നോൺ വെജ് പറയുമ്പോ ഈ വടക്കോട്ടാണ് രസം. കോഴിക്കോട് പക്ഷെ കൂടുതലും ലഗൂൺ ചിക്കനാണ് ബിരിയാണി. പക്ഷെ ലഗോണാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. മുട്ടക്കോഴിയല്ലേ? മുട്ടക്കോഴിയാണ്. അതാണ് ടേസ്റ്റ് കൂടുതലും. നമ്മളെ ഇതിപ്പോ പറയുമ്പോ ഏറ്റവും നല്ല ചിക്കൻ മറ്റേ നാടൻ ചിക്കൻ അല്ലേ? അല്ല, അതാണ് ചിക്കൻ ഉണ്ടാവില്ലല്ലോ. ലഗോൺ എന്ന് പറഞ്ഞാൽ മുട്ടക്കോഴി, നാടൻ കോഴിയല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞ പൂവൻകോഴിയാ. പൂവൻകോഴി അല്ലേ? പൂവൻകോഴിന്റെ ചിക്കൻ തിന്നില്ലേ? പൂവൻകോഴി തിന്നില്ല? അത് മറ്റേതല്ലേ? മറ്റേത് അതന്നെ പൂവൻകോഴി അടിച്ചാലും പൊട്ടാത്ത സാധനം. പൂജക്കൊക്കെ തിന്നണേ. പക്ഷെ അതാണ് ഏറ്റവും നല്ല ഇത് മീറ്റ്. അതാണ് ശരിക്കത്തെ ഇറച്ചി. നമ്മള് തിന്നണ ഏത് വള കോഴിന്റെ ലഗോൺ നല്ലതാണോ ലഗോണ്? മുട്ടക്കോഴി ആണല്ലോ. അതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. നമ്മള് തിന്നണല്ലോ. ബീഫിന്റെ എന്താ അഭിപ്രായം? ബീഫ് ഇന്നും കൂടി കഴിച്ചല്ലേ? ബീഫിക്ക് ഇഷ്ടാ. പക്ഷെ എനിക്ക് മറ്റേ ആ വഴുവഴുപ്പുള്ളതില്ല, അത് അങ്ങനത്തെ മസാല കൂടുതൽ ഇഷ്ടം. നെയ്യ് ഇഷ്ടല്ല. നമ്മളെ പീസ് അടിപൊളിയായിട്ട് ഇഷ്ടം. പക്ഷെ ഞാൻ പണ്ടൊന്നും ബീഫ് കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ. പിന്നെ ഈ മെല്ലെ മെല്ലെ കഴിച്ചു തുടങ്ങിയത് +1 +2 ആ ടൈമിലാണ്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ബാക്കിയുള്ള വീറ്റൊക്കെ ഒന്ന് ഇഷ്ടമായി തുടങ്ങി. ഞാൻ അധികം ചിക്കൻ തന്നെയാണ് കഴിക്കല്. ബീഫ് കുറവാണ്, പക്ഷെ കഴിക്കാന്നില്ല, കഴിക്കും. എനിക്ക് ബീഫും കുഴപ്പമില്ല, ഇഷ്ടമൊക്കെ തന്നെയാണ്. പോർക്ക് അടിപൊളിയാ. അതും നമ്മളെ നസ്രാണിമാരുടെ പോർക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ മസാലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു വെള്ളയപ്പം ചുറ്റിട്ട് മറ്റേ കോതയില് പോർക്ക് 1-2 പ്രാവശ്യം കഴിച്ചുള്ളൂ, അധികം ഒന്നും കഴിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അതിന്റെ ഒരു മീറ്റ് ഇഷ്ടമായിട്ടില്ല. ഒരു നമ്മളെ ജെല്ലി കഴിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ആ ഒരു ഇത്. പക്ഷെ ഈ അതേമാതിരി ഒട്ടകത്തിന്റെ ഇറച്ചി ഭയങ്കര ഹാർഡാണെന്ന് കേൾക്കാം. നല്ലോണം വേവിക്കണം. കഴിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. ദുബായ് പോയപ്പോ കഴിച്ചൂടെ? ദുബായ് കഴിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചു, പിന്നെ ശീലമില്ലാത്ത വെറുതെ ആകി തിന്നണ്ടല്ലേ കാര്യം. നമ്മളവിടെ ചെന്ന് അവിടത്തെ നടുക്കഷ്ണം തിന്നണമെന്നല്ലേ. ശരിക്കും അപ്പം എന്തോ നമ്മള് പണ്ടിക്ക് ബീഫ് തിന്നുമ്പോ അതേമാതിരിയായിരുന്നു. അതിന്റെ മുഖം ഇങ്ങനെ പെട്ടെന്ന് കോഴിയുടെ വരില്ല. കുഴപ്പമില്ല. പക്ഷെ ഇത് പിന്നെ ഇപ്പൊ ഏകദേശം കുഴപ്പം. പക്ഷെ ഇത് വൻ സീനാണ്. മീറ്റ് ചില അതേമാതിരി മീൻ ഞാൻ എല്ലാ മീനും കഴിക്കില്ല. ഞാൻ മീൻ തന്നെ കഴിക്കില്ല അധികം. ഞാനിപ്പോ ഓൺ ദ സ്പോട്ടില് ചൂടോടെ വറുത്ത് മൊരിച്ച് എന്നാ കഴിക്കും. ഓ അങ്ങനെ അപ്പൊ മീൻ കഴിക്കുന്നു പറയാം. പക്ഷെ ചൂടോടെ ഓൺ ദ സ്പോട്ടിൽ കിട്ടണം. അതും കഷ്ണമീൻ. എനിക്ക് കഷ്ണമീൻ വേണം. എനിക്ക് വേറെ ഒന്നും പിന്നെ അതേമാതിരി ഉണക്കമീൻ സ്രാവ്, അതേമാതിരി ഉണക്കമീൻ സ്രാവ്, അത് കുറച്ച് തൈര് ഒരു അച്ചാറും അല്ലേ, അത് മതി. ഫുഡ് പറയുമ്പോ നമ്മളെ വായിലെന്നെ ഇങ്ങനെ വെള്ളം വരില്ലേ ഓരോ ഫുഡ് പറയുമ്പോ. വയനാട് മന്തി എങ്ങനെയുണ്ട്? വയനാട് അവിടെ എനിക്ക് തോന്നുന്നു മലബാറി ആളാണ്. അടിപൊളി ടേസ്റ്റ്. അൺലിമിറ്റഡ്. പോയിട്ട് എവിടുന്ന്? വയനാട് ബീഫില്ലേ? ചിക്കൻ ഇത് പറയുന്നത് വയനാട്ടിൽ നിന്നല്ലേ? മറ്റേ അടിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ കാല്, തിക്കായിട്ടുള്ള കാലൊക്കെ അല്ല എനിക്കറിയില്ല. ഞാനൊരു മാധവിന് റിട്ടയർമെന്റ് പാർട്ടി ആയിരുന്നു. മാധവിന്റെയോ? ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. ഞങ്ങള് പിടിച്ചിരുത്തി പോഡ്കാസ്റ്റ് എടുപ്പിച്ചാണ്. ഒരു താല്പര്യമില്ല. പക്ഷെ നമുക്ക് ഈ ഭാഗത്ത് അൺലിമിറ്റഡ് നമുക്കിപ്പോ ഒരു കോമൺ ആയി എല്ലായിടത്തും. പക്ഷെ അപ്പൊ നമുക്ക് ഒരു ഹോട്ടലിൽ കയറിയ അൺലിമിറ്റഡ് മറ്റേ കുബാബെ പോയി. കുബാബെ പോയപ്പോ ആദ്യം ചെറിയൊരു ഇതിലാണ് തരിക. ഈ കുബാബ് പറഞ്ഞേ കോഴിക്കോട്. അപ്പൊ ആദ്യം 2 വട്ടം വെച്ചു. ഞങ്ങളെ സാധനം കഴിഞ്ഞു. ഞങ്ങളിനിപ്പോ അൺലിമിറ്റഡ് അല്ലേ, ഇനി ഉണ്ടാവൂലേ ചോദിക്കാനും മടി. എന്നിട്ട് ഒരു ചേച്ചി വന്നപ്പോ അൺലിമിറ്റഡ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ കേട്ടോ അവിടുന്ന് പറയാം. അൺലിമിറ്റഡ് അല്ല, എന്നിട്ട് കൊണ്ടുവന്നു തന്നു. അൺലിമിറ്റഡ് ആയിരിക്കും, ഞങ്ങൾ ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. എന്ത് ചോദിക്കാൻ കട്ടി തന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോ റൈസ് കഴിഞ്ഞ 2ാമത് കിട്ടിയില്ലെങ്കിൽ ഇതാണ്. അതാണ് കൊണ്ടുവന്നത് ആകെ ചെറിയൊരു പാത്രത്തില്. പിന്നെ പറഞ്ഞു കൊണ്ടിരിപ്പിച്ചു. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. മീൻസ് ഇപ്പൊ നമ്മളൊരു 3-4 ആളാണെങ്കിൽ സെപ്പറേറ്റ്
ഹാഫ് മന്തി കട പീസ് എക്സ്ട്രാ പിന്നെ അൺലിമിറ്റഡ് അപ്പൊ പിന്നെ റൈസിന്റെ പൈസ അറിയല്ലോ. എങ്ങനെ വെച്ചാല് 4 പേരുണ്ട്. അപ്പൊ ശരിക്കും നമ്മള് വാങ്ങണമെങ്കിൽ ഫുള്ള് വാങ്ങണം, റൈസും ഇതും. ഹാഫ് വാങ്ങുമ്പോ ഹാഫിന്റെ റൈസും 2 പീസും എക്സ്ട്രാ 2 സെപ്പറേറ്റ് പീസ്. അപ്പൊ പീസിന്റെ പൈസയേ ഉള്ളൂ, റൈസിന്റെ പൈസ വരില്ല. എന്നിട്ട് റൈസ് കഴിയുമ്പോ അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും വാങ്ങും. അപ്പൊ ഒരാളെ റൈസിന്റെ പൈസ റൈസിന്റെ പൈസ കുറയും. പക്ഷെ ഇത് ഇവർക്ക് ഐഡിയ അറിയാം. പക്ഷെ നമ്മളോട് ഇവരിപ്പോ 4 ആളുണ്ട്, ഹാഫ് വാങ്ങി പറഞ്ഞെങ്കിൽ ഇനി അൺലിമിറ്റഡ് ആണെങ്കിൽ ഒരു ക്വാർട്ടർ റൈസ് വേണം, അപ്പൊ അതിന്റെ പൈസ അടയ്ക്കണം പറയും. അപ്പൊ അങ്ങനത്തെ പരിപാടി ഉണ്ട്. ഞാൻ ഈ പരിപാടി പൊക്കുമ്പോ നമ്മള് അടയ്ക്കും, അല്ലെങ്കിൽ ഐഡിയ ആണ്. എന്തല്ലേ ഫുഡിന് ഒരു ഐഡിയ വേണം, പോയില്ല നടക്കൂല, എങ്ങനെ ജീവിച്ചു പോണ്ടേ. എല്ലാരും ഇപ്പൊ നല്ല പൈസയാ എല്ലായിടത്തും. ഇനിയിപ്പോ യുദ്ധങ്ങളൊക്കെയാണ്, എല്ലാത്തിനും പൈസ. ഗ്യാസിന് എന്താ 4000 കുറ്റിക്ക് നല്ല വിലയുണ്ട്. അപ്പൊ ഇനി എല്ലാത്തിനും മെല്ലെ മെല്ലെ പൈസ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഈ ഹോട്ടലുകളിലുള്ള ഐറ്റംസിന്റെ ലിസ്റ്റ് കുറഞ്ഞുണ്ട്, കുറെ സ്ഥലത്ത് കുറവാണ്. അതെ, ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഭാഗത്തേക്ക് ആംബിയൻസിനെക്കാളും കൂടുതൽ ഫുഡിന്റെ ടേസ്റ്റും അതുമാണ്. കൊച്ചി സൈഡ് ഫുഡൊന്നും 5 സെക്കൻഡ് ആംബിയൻസ് നോക്കി സെറ്റ് എന്ന് പറഞ്ഞ ഫുഡ് ഒരു രസം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് ഫുഡും വലിയ മറ്റേ ഡെസേർട്ടൊക്കെ ഒരു വലിയ പ്ലേറ്റില് കുറച്ച് കൊണ്ട് അവിടെ കൂടുതൽ ആൾക്കാര് ഹാങ് ഔട്ട് ചെയ്യാനൊരു സംസാരിച്ചിരിക്കുക അങ്ങനത്തെയാണ്. നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനാണ് മെയിൻ. മന്തി, ബിരിയാണി, പോയി കഴിഞ്ഞാൽ ഇറ്റാലിയൻ, ഫ്രഞ്ച് അങ്ങനെ പല പല സാധനങ്ങളും പുറത്ത് ഈ കൊച്ചി അങ്ങനെയുള്ള ഭാഗത്തേക്ക് കൂടുതലാണ്. ഇവിടെ അത് കുറവാണ്. ഇവിടെ വിജയിക്കൂല. ഇവിടെ കുറെ കടകൾ, ഇവിടെ എങ്ങനെ വന്നാലും മന്തിക്ക് എന്താ കഴിക്കാറ്. അതിന്റെ അടുത്ത് മന്തിയിലെടുത്ത് വെറൈറ്റി, അൽഫാമിൽ തന്നെ പെരി പെരി ഹണി, മറ്റേ സീ ഫുഡ് മന്തി ഒക്കെ ഉണ്ടല്ലോ. സമൂഹ സദ്യ കഴിക്കാം. സമുദ്ര സദ്യ, സമൂഹ കല്യാണത്തിന് സമൂഹ വിവാഹം കല്യാണം കോഴിക്കോടുണ്ട് സമുദ്ര സദ്യ. ഫുൾ ഫിഷിന്റെയും ഞണ്ടും എല്ലാം. വേറെ കോഴിക്കോട് അമ്മ ഹോട്ടല്, അങ്ങോട്ട് പോയില്ല. നല്ല ഒരു വീടാണ്, ഒരു വീടാണ്. എനിക്ക് എന്തോ ഒരു ഇത് മതി. അത് ഇവിടെ വീടാണ്. അപ്പൊ ഒരു സാധാ ചോറും മോരൂട്ടാനും മൊരിഞ്ഞ മീൻ, അപ്പൊ വറുത്ത് വെച്ചിട്ട മീനും കഞ്ഞിവെള്ളം, ചൂട് കഞ്ഞി, നല്ല ടേസ്റ്റാണ്. ഷാപ്പിലെ ഫുഡ് കഴിക്കണം. ഫുഡിനായിട്ട് ഇതുണ്ടല്ലോ, നല്ല എരിവൊക്കെ ഇട്ടിട്ട്. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പണ്ട് നിങ്ങള് ഓർമ്മ ഉണ്ടോ, നമ്മള് കൊറേ ടിവിയിലൊക്കെ ഉള്ള ഷോ ഒക്കെ നോക്കിയിട്ടില്ലേ, കുക്കറി ഷോ, ഷാപ്പിലൊക്കെ മറ്റേ. ഇപ്പൊ അതൊക്കെ ഉണ്ടോ ആവല്ലേ, ആരും കാണലുണ്ടോ ഇപ്പൊ? പക്ഷെ നമ്മള് മെയിൻ ആയിട്ട് ഇപ്പൊ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഓരോ റീല് വരുമ്പോ അത് സേവ് ചെയ്തേക്കാ, അയച്ചെടുക്കുക. ഒരു കുക്കർ വെച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കാം. ഇരുന്ന് മറ്റേ ഫുഡ് വ്ളോഗ് ആണ്, രാത്രി 12 മണി 1 മണിക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് വ്ളോഗ് ആണ്. മറ്റേ മധ്യപ്രദേശ് അതല്ല, നമ്മള് വിശന്നിക്കണ സമയത്ത് ഫീഡിൽ തന്നെ നമുക്കിത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ഉള്ളിൽ ചിന്തിക്കുമ്പോ തന്നെ സാധനം ഫോണില് കയറി ഇങ്ങനെ കാണിരുന്ന് ഇങ്ങനെ കാണും. ഞാൻ ഇടയ്ക്ക് സെർച്ചൊക്കെ ചെയ്ത് കാണും. മണിക്കില്ല, ഉച്ചക്ക് 1 മണിയൊക്കെ റീഫില്ലർ ടമ്മീന്റെ ഒക്കെ ഉണ്ടാവും. എങ്ങനെ മരുബിയാള് ഇത്ര തിന്നടേ അറിയില്ല, അവൻ കഴിക്കണ്ടെന്നാണ് ഓൻ തന്നെ പറയണത്. എനിക്കറിയില്ല, ഒരു ദിവസം അവന്റെ ഒപ്പം പോകാൻ പറ്റിയ വലിയ കാര്യമായിരുന്നു. റീഫില്ലർ ടമ്മി, ഇഫ് യു ആർ വാച്ചിങ് ദിസ് പ്ലീസ് ഇൻവൈറ്റ് us for. I am waiting for മാധവ് എന്തുവാ സുരേഷ്, അല്ല മാധവ് സുരേഷ്. ഇല്ല അതന്നെ മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇഫ് യു ആർ വാച്ചിങ്. പിന്നെ ഈ കാറിലിരുന്ന് അത് ഓരങ്ങനല്ല, ഓൻ പറഞ്ഞല്ലോ ഓന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടല്ലേ.
മൊത്തം കഴിക്കില്ല, കുറച്ച് കഴിക്കും, എന്നിട്ട് കുറച്ച് ബാക്കിയുള്ളവർക്ക് ഒപ്പമുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കും, എന്നിട്ട് അതിന് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയാണ് അവൻ പറഞ്ഞു. ഫുള്ള് കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വീഡിയോ കാണാത്ത റീഫിലോട്ടമ്മ എങ്ങനെ കഴിക്കണു? എങ്ങനെ കഴിക്കണം? അവര് കണ്ണൂരുള്ളൊരു ചങ്ങായിയാണോ? വേറൊരു പെണ്ണ് എന്റെ ട്രെൻഡ് ചെയ്യുന്നില്ലേ, രാവിലെ 5 മണിക്ക് ഇത് കഴിച്ചു രണ്ടും ട്രെൻഡ്, എന്നിട്ട് എല്ലാരും ആ സെയിം സാധനം. ഇപ്പൊ മറ്റേതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു ദിവസം കഴിക്കണതല്ല, അതേമാതിരി കട്ട് ചെയ്യണതാണ് തോന്നുന്നു മൊത്തം, അല്ലേ? 4 ഡെസേർട്ട്, 4 രസഗുള, ഇതൊക്കെ എങ്ങനെ കഴിക്കാനാ? കഴിക്കണവരുണ്ടാവും. ആരോഗ്യം നോക്കട്ടെ. ഇപ്പൊ മറ്റേ ഒരു അമ്മാവൻ പോലത്തെ ഒരാള് ഇവിടെ ക്യാമറ വെച്ചിട്ട് ബേബി ജീനൊക്കെ ഒരു മുട്ടയോ എനിക്കറിയില്ല. ഇപ്പൊ എല്ലാരും ബേബി ജീനൊക്കെ അതിന്റെ കോപ്പി ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ മോദിയുടെ ക്യാമറ വെച്ച് പെട്ടെന്ന് കഴിച്ചു തീർക്കുന്ന സാധനമാണോ? അല്ലല്ലടാ, ഒരു വയസ്സായ ആൾക്കാർ എന്നിട്ട് അയാളെ കാണാൻ ഏതൊരു സിനിമ അതല്ലേ? അതന്നെ അതന്നെ. ഇപ്പൊ അതാണ് ട്രെൻഡ്. എല്ലാരും മറ്റേ ഇവന്റെ മാതിരി. പിന്നെ തമിഴിലൊരു ചേച്ചി ഓരോ വാക്കിൽ ഇപ്പൊ സൂര്യ എന്നുള്ള പേരിന്റെ എസ് വെച്ചിട്ട് സുഡു സുഡാ വെട്ട് സുഡു സുഡായിട്ടല്ലേ, അങ്ങനത്തെ ഓരോ വാക്കിന് ഓരോ ഭക്ഷണം എടുത്ത് വെക്കണം. അങ്ങനെയും ട്രെൻഡാണ്. ഒരു വലിയ കംഫർട്ടബിൾ ആയിരിക്കണ്ടേ, സ്വന്തം ഇതൊന്നും വരുന്നില്ല. എല്ലാം വരും. മട്ടൻ ഇവിടെ കുറവാ തോന്നുന്നു ഈ ഭാഗം. തിരുവനന്തപുരത്തേക്ക് കൂടുതലുണ്ടോ മട്ടനോ? അവിടെ മറ്റേ നെല്ലില്ലേ, മട്ടൻ നെല്ലൊക്കെ, അത് മട്ടൻ നല്ലതാണ്, പക്ഷെ റേറ്റും കൂടുതലാണ്. കൂടുതലാണ്. ഒരു ഫുൾ ആടിനൊക്കെ വെച്ച് ചെയ്യണം. സൂപ്പ് നൈസ് കേട്ടോ, നല്ല കുരുമുളക് ഇട്ടൊക്കെ ഇട്ടിട്ട്. പണ്ട് അച്ഛൻ എന്താ എല്ലിന് നല്ലതാ പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് കൊടുക്കും. ഇവിടെ ഉണ്ട് നിന്നാണ് മട്ടൻ ഇതേമാതിരി സൂപ്പ് നല്ലതാ പറഞ്ഞിട്ട് ഓരോ ദിവസം അമ്മ സൂപ്പ് ഉണ്ടാക്കും. ആടിന്റെ പാർട്സ് എന്നിട്ട് എന്താ കളയേ എന്താ ചെയ്ത് ഒന്നും പറ്റില്ല. അവിടെ ദുബായിലെ ആട് മെയിൻ സാധനല്ലേ. ഞാൻ കഴിച്ചിട്ടുണ്ടോ മട്ടൻ മന്തി? മട്ടൻ കഴിച്ചിരുന്നു. മട്ടൻ ഒരു വികാരം. ഇപ്പൊ ഈ എന്തേലും നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോ അവര് ആടിനല്ലേ ഇറക്കുക. അപ്പൊ അങ്ങനെയാണ് ഫുഡ് കൾച്ചർ മാറി മാറി വരുന്നു. പക്ഷെ നമ്മളെ മൈൻഡില് പക്ഷെ വേറെ സംഭവം വരുന്നില്ല. പണ്ട് പറഞ്ഞ ഈ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല, പുലാവ് അടക്കപ്പെടുത്തി, മന്തി ഉണ്ട്. ഓപ്ഷൻസ് രണ്ടാണ്, ബിരിയാണി എങ്ങനെ വരും അവസാനം. പക്ഷെ എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടാട്ടോ, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം. അപ്പൊ റീസെന്റ് ഞാൻ നമ്മളെ കൊണ്ടോട്ടീന്ന് എന്ത് ഫ്രൈഡ് റൈസ് ഇങ്ങനെ തൊടുമ്പോ കയ്യിൽ എങ്ങനെ ഒരു എണ്ണ ഉണ്ടാവും. പക്ഷെ ഈ നല്ല ഫർസ നിങ്ങൾക്ക് അറിയില്ല അറിയണ്ടാവും. ഫർസയത്തെയും KRത്തെയൊക്കെ ഫ്രൈഡ് റൈസ് KRത്തേക്ക് ഇപ്പൊ ഇഷ്ടം. ഇപ്പൊ റീസെന്റ് ഞാൻ കഴിച്ചിരുന്നു മറ്റേ നമ്മളെ കൊണ്ടോട്ടി മജിരിസ് ഫ്രൈഡ് റൈസ്. മോനെ ക്വാണ്ടിറ്റി ആണ്, എന്താണ് ക്വാണ്ടിറ്റി, വയറട് നിറഞ്ഞു. രാത്രി ഒരു 12 മണി കഴിഞ്ഞു. ആ ടൈം കഴിഞ്ഞോണ്ട് കഴിച്ചിട്ടാണോ അറിയാം. പക്ഷെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത്രയും കിട്ടിയത്. അല്ലല്ല, അവിടെ ഒരു 2 മണി വരെ 1 മണി വരെ ഉണ്ട്. പക്ഷെ സംഭവം ഐസ് നല്ല വലിയ പാത്രത്തില് എത്ര 150 റുപ്യ 190 റുപ്യ ആയിട്ടുള്ളൂ. അടിപൊളി. ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ 65. ഫ്രൈഡ് റൈസിന്റെ ഒപ്പം ചില്ലി വേറെ വിഷയങ്ങളോ. നമ്മള് വേറെ സംഭവം നമ്മൾ എത്ര ആലോചിച്ച് വേറെ വെറൈറ്റി എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് മെനു ആണ് എടുത്തിട്ട് നോക്കി ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി റൈസ്. ബിരിയാണി ഉണ്ടോ, മന്തി ഇല്ലെങ്കിൽ ബിരിയാണി, ബിരിയാണി ഇല്ലേ മന്തി, ഏതെങ്കിലും ചിലർ പൊറോട്ട ഇഷ്ടപ്പെടും. എനിക്ക് പക്ഷെ പൊറോട്ടക്ക് അങ്ങനെ ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് തീർക്കും, പിന്നെ ഒന്നും തിന്നാൻ തന്നെ പോയപ്പോ ഒരു പൊറോട്ടയ്ക്ക് 30, 2 പൊറോട്ടയ്ക്ക് 60. സിലിണ്ടറിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു. അല്ല, അത് ഐഡിയയിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ 12, 24. പാലക്കാട് നിന്ന് കഴിച്ചു ഒരു പൊറോട്ടയ്ക്ക് 20 റുപ്യ. നമ്മളത്രയും പോരാ, കാരണം അവിടെ ഉള്ളവർക്ക് അധികം വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. അതായിരിക്കാം. പിന്നെ നമ്മൾക്കല്ലേ കൂടുതൽ ഈ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇത്. പൊറോട്ടയും ബീഫും നൈസാണ്. പക്ഷെ അത് പൊറോട്ട ഒരു ലിമിറ്റേഷൻ ഉണ്ട്.
നമുക്ക് പെട്ടെന്ന് നമ്മളെ കൊറേ നേരത്തേക്ക് നിൽക്കാനാണെങ്കിൽ കുറേ ടൈം. അതെ അത് ശരിയാ. നമ്മൾ രാവിലെ കഴിച്ചാൽ രാത്രി വരെ ആ പൊറോട്ട നിൽക്കും. നല്ല വൈകുന്നേരം വരെ നിൽക്കും, രാത്രി വരെ നിൽക്കുമല്ലോ. രാത്രി വരെ നിൽക്കും. പൊറോട്ടക്ക് ഇഷ്ടം. നമ്മള് വെള്ളം കൂടി ശ്രദ്ധിക്കണം. പക്ഷേ നല്ല വെള്ളം കുടിക്കാൻ ബിരിയാണി കഴിച്ചൊരു ക്ഷീണം വരാണ്ട് കിടന്നുറങ്ങാൻ ആ കിടന്നുറക്കത്തിനൊരു അറിയില്ല. കിടന്നുറങ്ങാൻ ഒരു സുഖം ഉണ്ടാവില്ല ആ മയക്കം കാരണം, ഒരു മന്തപ്പ് കാരണം. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് എന്താണ് എങ്ങനെയുണ്ട്? സീനല്ലേ? സീനല്ല ചോദിച്ചാ കൂടുതൽ വെജാണുള്ള ആൾക്കാര്, ചിക്കനൊക്കെ വളരെ കുറവാണ്. ചിക്കൻ ലീഗലാണ്. ഉണ്ട് എവിടെ ചിക്കൻ ലീഗൽ അല്ല അങ്ങനെ എന്തോ ഉണ്ടോ? എവിടെ? അവിടെ എന്തായാലും ചിക്കൻ ഉണ്ട്. ഒപ്പം ഞങ്ങൾക്ക് ബീഫും കിട്ടിയിട്ടുണ്ട്. ബീഫാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളത്തിലേ എഴുതുള്ളൂ. അതെ, അവിടെ ഞാൻ ബാംഗ്ലൂരും അങ്ങനെ തന്നെ മലയാളത്തിലെഴുതും. പക്ഷെ അവിടെ അത് ആരെങ്കിലും വാങ്ങിട്ട് പറഞ്ഞ ഭയങ്കര സീനാ. ഞങ്ങൾ തന്നെ വാങ്ങിയത് കുറച്ച് ആർമിക്കാരുണ്ട്, അവര് വഴിയാണ് ഞങ്ങൾക്ക് സാധനം കിട്ടിയത്. എന്നിട്ട് അവിടെ റൂമിൽ നിന്ന് വെച്ച് അതിന്റെ വേസ്റ്റ് ഒന്നും പുറത്ത് അങ്ങനെ പബ്ലിക്കായിട്ട് കളയാൻ പറ്റില്ല. എവിടെങ്കിലൊക്കെ ആളുവിന്റെ അതിനോടെല്ലാം കൊണ്ടുപോയിട്ട് ഇടുക. അവിടുത്തെ വെജ് ഫുഡ് എങ്ങനെ അടിപൊളിയാ? വെജ് എന്ന് പറഞ്ഞാൽ ചോള ഭട്ടൂര, പിന്നെ ആലു പറാത്ത. മറ്റേ പത്തലല്ല, മറ്റേ ബട്ടർ നാനല്ലേ? ബട്ടർ നാൻ നല്ല ഇഷ്ടം. മറ്റേ അതൊക്കെയാണ് അവിടെ. എനിക്ക് നോർത്ത് ഇന്ത്യത്തെ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. ആ സമൂസയില് കൊറേ ചട്നി ഒരുമാതിരി കാണും. ഇവരുടെ ചിലപ്പോ രാവിലത്തെ ഫുഡ് സമൂസയാണ് ഇവർക്ക്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കട്ടിയുള്ള സാധനമാണ്. അതിന്റെ ഉള്ളിൽ നല്ല മിക്സേ അല്ല, ഉടച്ചിട്ട് അതിന് മുള്ളിക്ക് ഒരു ചട്നി വയ്ക്കും. തീരെ ഇഷ്ടമല്ലാത്ത ഭയങ്കര കട്ടിയുള്ള. ഞാൻ ബാംഗ്ലൂർ ആകുമ്പോ ഇടക്കിടക്ക് പോയി കഴിക്കും വൈകുന്നേരം. എന്റെ ഒപ്പം ഉള്ളവരെ കഴിക്കും, പക്ഷെ ഞാൻ കഴിക്കില്ല. എനിക്ക് തീരെ താല്പര്യമില്ല സാധനം. ചിക്കനെ കഴിക്കുന്നു, ചിക്കൻ ഇല്ലല്ലോ, വെച്ചല്ലേ. അതുപോലെ എന്തോ ഒരു പ്രത്യേക ഏലക്കയോ അല്ല എള്ളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായില്ല. പിന്നെ ഇവർക്ക് കൂടുതൽ ചപ്പാത്തി. അതെ, രാവിലെ ഉച്ചക്ക് ചപ്പാത്തി. നമുക്ക് എങ്ങനെയായാലും ഒരു ദിവസം ഒരു അരി ഭക്ഷണം കഴിക്കാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ. തേങ്ങ ഇല്ലാത്ത ഭക്ഷണമൊക്കെ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇപ്പൊ റീസെന്റ് വന്നെന്തോ ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിലാണ്. നമ്മള് അവർക്കൊക്കെ നോർത്തേക്ക് പോയാൽ ഓർക്ക് ഒന്നിലേക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ വ്യായാമം അല്ലെങ്കിൽ ഒരു മിതമായ കഴിക്കുള്ളൂ. നമുക്ക് രണ്ടുമില്ല, വ്യായാമവും ഇല്ല. അതാണ് പ്രശ്നം. ടേസ്റ്റ് വേണം. പഞ്ചാബിക്കാരൊക്കെ എത്ര തിന്ന, പക്ഷെ ഓരോ അതിനനുസരിച്ച് നല്ല പണിയെടുക്കും. നമുക്ക് പണിയെടുക്കണം. ഈ മറ്റേ ക്ലിപ്പാണ് നമ്മളെ ഇപ്പൊ പറയില്ലേ, ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി. അത് നല്ലൊരു പരിപാടിയാണ്, പക്ഷെ വീട്ടുകാരെ സമ്മതിക്കില്ല. എന്നും വീട്ടുകാര് ഒരു പണിക്കും പോണ്ട. എന്തിനാണ് ഈ പണിയൊക്കെ ഉണ്ടാക്കുന്നത്? ആരെ ഈ പണിയൊക്കെ ഉണ്ടാക്കി സൃഷ്ടിച്ചു? ആരാ പറയണേ കാര്യം? എന്തിനാണ് നമുക്ക് ജീവിക്കാൻ ഫ്രീ ആയി കിട്ടിയിരുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അതെ, എല്ലാരും ഒരു അഡ്ജസ്റ്റ്മെന്റ് സമ്പ്രദായം കൊടുക്കുന്നു വാങ്ങുന്നു. നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ ഈ പണിയെടുക്കാനൊക്കെ. നമുക്ക് എല്ലാരോടും പറഞ്ഞാലേ ആഗ്രഹങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള മാതിരിയൊക്കെ പോവാ. തിന്നാ പിന്നെ വെറുതെ ഇരിക്കണ സുഖം അത് വേറെ. പക്ഷെ പൈസ ഇല്ല, എന്നാ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവില്ല. കുറയ്ക്കാനും വയ്യ, കൂട്ടാനും വയ്യ, പണിയെടുക്കാനും വയ്യ. കൈ നനയാതെ മീൻ പിടിക്കണം. വരട്ടാ മതി. എന്നിട്ട് വലട്ടാ വലടണേ പണിയെടുക്കണ്ടേ? പണിയെടുക്കണം, കൈ നനയാതെ. അതിന് പണിയെടുക്കണം, അതാണ് കൈ നനയാതെ മീൻ പിടിക്കാൻ. അല്ലെങ്കിൽ നമ്മള് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് ചിലപ്പോ വരുമാനം കിട്ടണമെന്നില്ല. അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യയില് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ ചെയ്യാം. നമുക്ക് ഈ കണ്ടന്റ് ക്രിയേഷൻ തന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പോ വരുമാനം കിട്ടണമെങ്കിൽ ഒരു
100 ആൾക്കാരെങ്കിലും, ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് എണ്ണം പറയുന്നത്, 100 ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ 2-3 പേര് ഇതില്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയില്ല, കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? ലൈക്ക് ബട്ടൺ ഞെക്കണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടന്റ് അല്ലേ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മള് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇനി മുതൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. അതെ, ആയില്ലെങ്കിൽ ഒരു തല പൊട്ടി തെറിച്ചു. അല്ല നമ്മളെ എന്താണ് ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിൽ എന്താണ് ഇതൊക്കെ പുതിയ പരിപാടിയാണ്. നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളാണ് നിങ്ങളെ മുന്നിലിട്ട് നയിക്കുന്നത്. നമ്മളെ ഈ സെറ്റപ്പ് തന്നെ പുതിയ പരിപാടിയാണ്. എങ്ങനെയാണ് മറ്റേതിനേക്കാളും ബെറ്റർ ആണ്. റെക്കോർഡ് ആവട്ടെ നോക്കിയാ ആരെ ചെക്ക് ചെയ്തേ ലാസ്റ്റ് ചെയ്യല്ലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ. ഒന്ന് താഴെട്ടോ ഇതില് ഇവിടെ ഉണ്ടോ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. അല്ല, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ലവ് ചിഹ്നവും അജയ് സൂപ്പർ എന്നൊക്കെ പറയുന്നതിന് പകരം ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ പറയാണ് അജയുടെ തിരക്കിലാണ്. ഇവിടെ ഒരു കുരു വന്നു ഓഡിയൻസിനെ കാണാൻ വയ്യ. അജയ് ഫാൻസ് തളരും പറഞ്ഞോണ്ട് അജയ് അടുത്ത എപ്പിസോഡിൽ ആണ് പിടിച്ചിരുത്തുന്നത്. ഞങ്ങള് പിന്നെ വേറെ ഇത് പോഡ്കാസ്റ്റ് മാത്രമല്ല വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സെഗ്മെന്റ് വൈസ് സെറ്റ് ആക്കാൻ പ്ലാൻ ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ, എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് പോകും. അതെ, പൈസ കിട്ടുന്നവരെ എന്ത് ഓൾവേസ് വെൽക്കം. എല്ലാ ദിവസവും അപ്പൊ അങ്ങനെയാണ് കൺക്ലൂഡ് അല്ലേ? എല്ലാരും ഫുഡ് കഴിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിക്കേണ്ടത് നല്ല രീതിയിൽ കഴിക്കുക. ഓവറാക്കും വേണ്ട, കുറയ്ക്കും വേണ്ട. ഇഷ്ടമുള്ളത് കഴിക്കുക അല്ലേ? എപ്പോഴാ ആള് തട്ടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. സോ എല്ലാതും കഴിക്കുക, എൻജോയ് ചെയ്യുക. പറയാം എടുത്ത് കണ്ടത് എല്ലാരും ഫുഡ് കഴിക്കണം, വെള്ളവും കുടിക്കണം. ഇതെന്താ മറ്റേ ഇപ്പൊ പറയണത് ഏട്ടായി പറയണത് കഴിക്കണം ഒരു സമയത്ത് കഴിക്കേണ്ടതൊക്കെ. അല്ല, ഒരു ലിമിറ്റ് വെച്ച് കഴിച്ചാൽ മതി. ഇഷ്ടമുള്ളത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ കുറെ കാലം കഴിക്കാം. അതെ, മൂക്ക് പൊട്ട് തിന്നരുത്. പിന്നെ നമുക്ക് കൂടുതൽ കാലം കഴിക്കാൻ പറ്റില്ല. അതാണ്. ഇനി നന്ദോണ്ണം എന്താ ഭക്ഷണത്തെ പറ്റിയിട്ടോ, നമ്മൾ ഒരിക്കലും രാവിലത്തത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് വളരെ വലിയൊരു കാര്യമാണ്. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഫ്രീ അഡ്വൈസ്. അല്ല, നമ്മുടെ എല്ലാ മീലിലും കുറച്ച് പ്രോട്ടീനും കുറച്ച് ഫൈബറും അങ്ങനത്തെ എല്ലാം മിക്സ് ആക്കി കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നമ്മളെ മസിലിനും നല്ലതാണ്. നമ്മുടെ എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നല്ലത്. എപ്പോഴും ഡീഹൈഡ്രേറ്റ് ആയി നിൽക്കുക, കണ്ണി കണ്ട വെള്ളം കുടിയാണ്ടിരിക്കുക. വെള്ളം അടിക്കാത്ത അടിച്ചെടുക്കുക. ഇത്ര ഉപദേശമൊക്കെ ഇന്നത്തേക്കേ ഉള്ളൂ. അതെ, കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇല്ലേ, ഇത് തന്നെ എപ്പോഴാ വരിക? അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. സ്റ്റേ ട്യൂൺഡ്. ടാറ്റ. മന്തി കീ ജയ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കമന്റ് ബോക്സിൽ ചെയ്യാ, അഭിപ്രായം പറയുക. അതെ, താങ്ക് യു.